جاء رجل إلى النبي صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ വഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ് സിഗരി فهل قضيت حقهما يا حبيب الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ പ്രായാധിക്യം ചെന്നു നബിയേ, വയസ്സായി പോയി നബിയേ, പ്രായം ചെന്നു പോയി നബിയേ. പ്രായമെത്തിയ നല്ല പ്രായമെത്തിയ മാതാപിതാക്കളുണ്ട്, 90-ലെത്തിയ മാതാപിതാക്കളുണ്ട്. അവർ ചെറുപ്പത്തിൽ എനിക്ക് നൽകിയതാകുന്ന സ്നേഹത്തിന് പകരമായി, എന്നെ താരാട്ട് പാടി ഉറക്കിയതിന് പകരമായി, എനിക്ക് പാല് കൂട്ടിയതിന് പകരമായി, എന്നെ കിടത്തി ഉറക്കിയതിന് പകരമായി, എനിക്ക് വസ്ത്രം നൽകിയതിന് പകരമായി, എനിക്ക് പാർപ്പിട സൗകര്യങ്ങൾ ചെയ്തതിന് പകരമായി, ഇന്ന് ഞാൻ അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് നബിയെ, ഇന്നതിനേക്കാൾ മുന്തിനം വസ്ത്രം കൊടുക്കുന്നുണ്ട് നബിയെ, ഇന്നതിനേക്കാൾ നല്ല പാർപ്പിട സൗകര്യം ചെയ്യുന്നുണ്ട് നബിയെ. എന്റെ മാതാപിതാക്കളോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചോ നബിയെ, നിർവഹിച്ചില്ലയോ നബിയെ? നല്ല ചോദ്യം. ഇന്ന് കാസർഗോഡുള്ള ഒരുപാട് മക്കളുടെ ഹൃദയത്തിലുള്ള ചോദ്യം ഇത് തന്നെയാണ്. എന്താണ്? ഞാനിന്ന് പ്രവാസ ഉദ്യോഗത്ത് പോയി, ഗൾഫിൽ പോയി, കുറെ കാശുണ്ടാക്കി എന്റെ വാപ്പാക്കും ഉമ്മാക്കും നല്ല വീട് വെച്ചു കൊടുത്തു, അവർക്ക് നല്ല പാർപ്പിട സൗകര്യം കൊടുത്തു, എയർ കണ്ടീഷൻ റൂം കൊടുത്തു, ഒരു ജോലിക്കാരിയെ കൊടുത്തു, ഉമ്മ കോളത്ത് ഉപ്പുമ്പഴയും കോളാമ്പിയായിട്ട് വരാൻ വേണ്ടി സൗകര്യം ചെത്തിയത് ഒരു ജോലിക്കാരി വെച്ചു കൊടുത്തു, അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ ആളെ ഏർപ്പാട് ചെയ്തു, കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്തു, എല്ലാ സൗകര്യം ചെയ്തു. എന്ത് സൗകര്യങ്ങൾ നീ ചെയ്താലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായി ചോദിക്കുന്നു, നബിയെ, ചെറുപ്പത്തിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെയ്തതിനേക്കാൾ ഇരട്ടി എന്റെ ചെറുപ്പത്തിൽ അവർ എനിക്ക് നൽകിയ സ്നേഹത്തിന് സേവനത്തിന് പകരമായി ഇന്ന് ഞാൻ ഇരട്ടിയായി കൊടുക്കുന്നുണ്ട് നബിയെ. അപ്പയുടെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചു. അതൊരു ബാധ്യതയാണല്ലോ, ഒരു ബാധ്യതയാണല്ലോ, ഇത് ഞാൻ നിർവഹിച്ചോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാസർഗോഡുള്ള മാണിക്കോത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ECCയുടെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയുടെ 4ാം ദിവസമായ ഇന്നത്തെ ദിവസത്തിൽ വാല് കേൾക്കൂ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ലാ ഇല്ല 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 ഫൈനഹുമാ കാനാ യഫ്അലാനി ذلك وهما تحبان بقاك وأنت تخدم لهما تريد موتهما. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, അല്ലയോ സഹോദരാ, ചെറുപ്പക്കാരാ, ഇല്ല 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 ഇല്ല, നീ കരുതിയത് പോലെയല്ല കാര്യം. നീ ഒരിക്കലും നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ നിനക്ക് ചെറുപ്പത്തിൽ നൽകിയതാകുന്ന സേവനങ്ങൾക്ക് പകരമായി അവർ പ്രായാധിക്യം ചെന്നതാകുന്ന സമയത്ത് നീ അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ പരിപൂർണമായി ബാധ്യത ഏറ്റെടുക്കൂല, ആ പരിപൂർണമായ ബാധ്യതകൾ നിർവഹിക്കുന്നതാവൂല. എന്തേ കാരണമെന്നറിയുമോ? ഫൈനഹുമാ കാനാ യഫ്അലാനി ദാലിക, നിന്റെ
നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സേവനങ്ങൾ ഈ ദുനിയാവിൽ പൊന്നുമോനെ നീ എന്നെന്നും ശേഷിക്കണമെന്നുള്ള നീയത്ത് വെച്ചിട്ടാണ് മകനാകുന്ന നീയോ ഇന്ന് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഖിദ്മത്ത് എടുക്കുന്നത്, അവർക്ക് ഇന്ന് സേവനം ചെയ്യുന്നത് ആ വാപ്പയും ഉമ്മയും എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള നീയത്ത് വെച്ചിട്ടാണ്. ഹബീബായ നബി തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വചനം ഇന്ന് കാസർഗോഡുള്ള പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിയേണ്ട പാഠമാണ്. പാപ്പ സുഖമില്ലാതെ ദിവസങ്ങളായി കടക്കുകയാണ്, ഉമ്മ സുഖമില്ലാതെ പല്ലുവേദന വന്നിട്ട് എന്റെ പൊന്നു മോനെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേ. മക്കൾക്ക് സമയമില്ല. റിലീസിന്റെ പുതിയ പടങ്ങൾ വരുമ്പോ അത് കാണാൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഒന്നിച്ച് മക്കളുമായിട്ട് പോകാൻ അവന് സമയമുണ്ട്. അവരും ഒന്നിച്ച് ബേക്കൽ ഫോർട്ടിൽ പോയി ഉല്ലസിക്കാൻ അവന് സമയമുണ്ട്. അവരുമായി ഒന്നിച്ചിരുന്നു കൊണ്ട് ബീച്ചിൽ പോയി ഇരുന്നു കൊണ്ട് ആനന്ദിക്കാൻ സമയമുണ്ട്. പ്രായം ചെന്ന പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും എല്ലുമുറുകെ പണിയെടുത്തുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പൊന്നുമോന് ഇതുവരെ കിട്ടിയ സൗഭാഗ്യങ്ങളുടെയും പിന്നിലുള്ളതായ ഒരു ദുആഇന്റെ മർമ്മപ്രധാനമായ കണികയല്ലയോ ആ പാവപ്പെട്ട മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ ഇന്നത്തെ യുവ സമൂഹം പോയില്ലയോ. പാപ്പ സുഖമില്ലാതെ ഷുഗർ ബാധിതനാണ്, ഉമ്മയതാ കൊളസ്ട്രോൾ ബാധിച്ച പാവപ്പെട്ട ഉമ്മയാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ, മാസം അടുത്തു പൊന്നുമോനെ എന്നെ ഒന്ന് ഡോക്ടറിന്റെ അടുക്ക കൊണ്ടുപോകണേ, എന്റെ ഡേറ്റ് എടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ പാവപ്പെട്ട ഉമ്മയുടെ കണ്ണീരപ്പാതെ ആ പാവപ്പെട്ട ഉപ്പയുടെ സഹോദരന്റെ കണ്ണീരപ്പാതെ കളിച്ചും രസിച്ചും രമിച്ചും ജീവിതത്തെ കള്ളി നീക്കുന്നതായ വാക്കണേ. തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് പ്രസക്തമാണ്. ഫൈനഹുമാ കാനാ യഫഅലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാഅക. എന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഈ വിനീതന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാ മാതാപിതാക്കളും നമ്മെ പോറ്റി വളർത്തിയത് നമ്മൾ എന്നെന്നും ഈ ഭൂലോകത്ത് ജീവിക്കണമെന്നുള്ള നീയത്താണ്. പക്ഷെ മക്കളാകുന്ന നമ്മുടെ ഹൃദയമോ കട്ടിയുള്ളതാകുന്ന ഹൃദയമാണ്. തുരീദു മൗതഹുമാ. ആ വാപ്പയും ഉമ്മയും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന മക്കളല്ലയോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ഈ സമൂഹത്തിന്റെ പോക്ക് നിലക്കാണ്. അതുകൊണ്ട് നിന്റെ ഖിദ്മത്ത് ഒരിക്കലും തന്നെ വാപ്പയും ഉമ്മയും ചെയ്ത ഖിദ്മത്തിനോട് ഒരിക്കലും എത്തൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാലിഹും സാലിഹത്തുമായ മക്കളെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് നൽകിയിട്ടുള്ള മക്കളെ അല്ലാഹു സാലിഹ്യം ഉൾപ്പെടുത്തുമാറാകട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.